ഹായ്, ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ NPM വെച്ചാകുമ്പോ മൊബൈൽ ആപ്ലിക്കേഷനാണ് നൈറ്റ് പ്രൊഫൈലിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന സ്ക്രീനാണിത്. ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാനും സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കാണിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് സൈൻ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലിലോട്ടൊരു ആക്ടിവേഷൻ മെയിൽ വരും. ആ ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് സൈൻ ഇൻ. വൺസ് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഈ ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്തിട്ട് വേണം സൈൻ ഇൻ ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനാണ് ഹോം പേജ്. ഹോം പേജിൽ നമുക്ക് കാണാം നമ്മുടെ നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഐ ഡി നമ്മൾ അഡ്മിനായിട്ട് ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ആപ്പിന്റെ ബാക്കി ഫീച്ചേഴ്സിലോട്ട് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ പ്രൊഫൈൽ ഐ ഡി എവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം പേജിൽ ഈ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേരിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു കോഡാണ് പ്രൊഫൈൽ ഐ ഡി എന്ന് പറയുന്നത്. ഇത് നമ്മൾ അഡ്മിനായിട്ട് ഷെയർ ചെയ്യണം. വൺസ് അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഈ ആപ്പിന്റെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആക്സസ് കിട്ടും. അടുത്തതായി നമ്മൾ കാണുന്നത് ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ നമുക്ക് കാണാം അറ്റൻഡൻസ് മെനു, പേ സ്ലിപ്പ്, എക്സ്പെൻസ്, കസ്റ്റമർ വിസിറ്റ്. ഇപ്പോൾ നമ്മളൊരു ഹൈറാർക്കി പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ലീവ് അപ്രൂവൽ, പിന്നെ വേണ്ടത് അറ്റൻഡൻസ് റെഗുലറൈസേഷൻ, പിന്നെ അപ്ലൈ ലീവ്, അപ്കമിങ് ഇവന്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അറ്റൻഡൻസ്. അറ്റൻഡൻസ് മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ബട്ടൺ, നമ്മുടെ ലൊക്കേഷൻ, ടൈം, ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കാണുന്നതാണ്. ഇപ്പോൾ വ്യൂ അറ്റൻഡൻസ് കലണ്ടർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ പ്രസന്റ് ഡേ സ്റ്റാറ്റസ്. ഒരു മന്തിലെ എല്ലാ ഡേയ്സിൻ്റെയും സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് എത്ര ദിവസം പ്രസന്റ് ആയി, നമുക്ക് ഹോളിഡേയ്സ് എന്നാണ്, ആബ്സെന്റ് എന്തൊക്കെയാണ്, വീക്ക് ഓഫ്സ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു സ്പെസിഫിക് ഡേയിൽ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഡേയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ എൻട്രി ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് പേ സ്ലിപ്പ്. വൺസ് നമ്മുടെ അറ്റൻഡൻസ് വൺസ് നമ്മുടെ സാലറി നമ്മുടെ സിസ്റ്റം ത്രൂ പ്രോസസ് ആൻഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെ ഈ പേ സ്ലിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനായി നമ്മൾ ജസ്റ്റ് മന്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് വന്നാണ് എക്സ്പെൻസ്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ എക്സ്പെൻസ് മെനുവിൽ പോവാം. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിനും മാനേജേഴ്സിനും അതിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അടുത്താണ് കസ്റ്റമർ വിസിറ്റ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ക്ലയന്റ് മീറ്റിങ്ങിനോ അതില്ല ഏതെങ്കിലും ഒരു കസ്റ്റമറിനെ കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമ്മൾ എവിടെ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ സ്റ്റാർട്ട് എന്നുള്ള സ്റ്റെപ്പ് ചെയ്യണം. അതിനകത്ത് നമുക്ക് കമ്പനി ഇവിടെ എൻ്റർ ചെയ്യാനുള്ള കമ്പനിയുടെ നെയിം, പർപ്പസ് എന്താണ്, ആരെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്, കോൺടാക്ട് നമ്പർ, ഇതെല്ലാം ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നതാണ് സ്റ്റെപ്പിംഗ്. വൺസ് നമ്മൾ ക്ലയന്റിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് സ്റ്റെപ്പിംഗ്. സ്റ്റെപ്പിങ്ങിൽ നമുക്ക് ഇത്രയും സെയിം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളത് ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. വൺസ് നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റെപ്പ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലീവ് അപ്രൂവൽ. ഇപ്പൊ നമ്മളൊരു മാനേജർ പേഴ്സൺ ആണ്, ഇപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ലീവ്സ് അവർ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ തന്നെ നിന്ന് നമുക്ക് ലീവ്സ് അപ്രൂവ് ചെയ്യാനും റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് അറ്റൻഡൻസ് റെഗുലറൈസേഷൻ. അറ്റൻഡൻസ് റെഗുലറൈസേഷനിൽ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ദിവസത്തെ അറ്റൻഡൻസ് നമുക്ക് മിസ്സായിപ്പോയി, എന്തെങ്കിലും കാരണവത്താൽ എന്തെങ്കിലും വാലിഡ് റീസൺ കൊണ്ട് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ഡേ സെലക്ട് ചെയ്യാം. നമുക്ക് എന്നിട്ട് അവിടെ ആ ടൈം നമ്മൾ കറക്റ്റ് പഞ്ചിങ് ചെയ്യേണ്ട ടൈം എൻ്റർ ചെയ്യുക. ഡയറക്ഷൻസ് ഇന്നാണോ ഔട്ടാണോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഒരു വാലിഡ് റീസണും എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് റെഗുലറൈസേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ മാനേജേഴ്സ് അപ്രൂവ് ചെയ്യാൻ
നമുക്ക് ആ ദിവസത്തെ അറ്റൻഡൻസ് പ്രസന്റ് ആയിട്ട് കിട്ടും. പിന്നെ അടുത്തതാണ് അപ്ലൈ ലീവ്. അപ്ലൈ ലീവ് എടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് അലോക്കേറ്റഡ് ആയ എല്ലാ ലീവും ടൈം കൂപ്പൺസും ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ബാലൻസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെസിഫിക് ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ലീവ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ്, എൻഡ് ഡേറ്റ് എന്നാണ് സെലക്ട് ചെയ്യുക. അത് ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ സെലക്ട് ചെയ്യുക. ഓതറൈസ് പേഴ്സൺ ആരാണ്, അപ്രൂവ്ഡ് പേഴ്സൺ ആരാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. റിമാർക്സും കോൺടാക്ട് നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനേജേഴ്സിനും അഡ്മിൻ സൈഡിലോട്ടും ഇതിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് അപ്രൂവ് ചെയ്താൽ നമുക്ക് നമ്മുടെ ലീവ് ഗ്രാൻഡായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ക്യാഷ്വൽ ലീവിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്തേക്കുന്ന ലീവ്സിന്റെ അപ്ലൈ ചെയ്തേക്കുന്ന ലീവിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്കമിങ് ഇവന്റ്സ്. അപ്കമിങ് ഇവന്റ്സിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ വേറെ എംപ്ലോയീസിന്റെ ബർത്ത്ഡേസും വർക്ക് ആനിവേഴ്സറീസും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഫൈൽ മെനു. പ്രൊഫൈൽ മെനുവിൽ നമുക്ക് ഒരു എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് പണ്ടൊക്കെ നമ്മൾ എക്സലിൽ കളക്ട് ചെയ്യുന്നതിന് പകരം ഈ ആപ്പ് ആളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആളുടേതായ ഡീറ്റെയിൽസ്, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, വർക്ക് ഹിസ്റ്ററി, ഫാമിലി ഡീറ്റെയിൽസ്, പിന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, ഇതെല്ലാം നമുക്ക് ആപ്പ് ത്രൂ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ആപ്പിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് നെറ്റ്വർക്കോ കാര്യങ്ങളോ ഇല്ല, അപ്പോൾ എന്നാലും നമുക്ക് പഞ്ച് ചെയ്യാൻ